കരം ഉയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ രാത്രികാലം നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലുമായിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിൽ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിന് എന്തു വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു വിശപ്പ്, ഒരു ദാഹം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല. യഹോവേ, നിൻ്റെ വചനത്തിനായൊരു വിശപ്പ് എനിക്കുണ്ടാകണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്ന ആത്മാക്കളെ എൻ്റെ ദൈവം തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകും. വിശ്വാസമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ദൈവനിയോഗത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട് ക്ഷണിച്ച, ഇന്ന് നമ്മുടെ മുൻപിൽ കടന്നു വന്ന, നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന PMG സഭയുടെ സീനിയർ പാസ്റ്ററും ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിരിക്കുന്ന KJ ജോസഫ് പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന നാൾ മുതൽ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ്. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ദൈവദാസന് മുഴുവൻ സമയം കൊടുക്കാൻ പോവുകയാണ്. 8:30 വരെയുള്ള സമയം ദൈവത്തിൻ്റെ ആധികാരികമായ വചനം സംസാരിപ്പാൻ തൻ്റെ ദാസനെ ദൈവം ശക്തീകരിക്കട്ടെ. തുടർന്നുള്ള സമയം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബഹുമാന്യ പാസ്റ്റർ KJ ജോസഫ് അവരുകളെ ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട വർഗീസ് പാസ്റ്റർ, നമ്മുടെ ജനറൽ പ്രസിഡൻറ്റും ഈ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്നു. അതുപോലെ പാസ്റ്റർ KV തോമസ്, പാസ്റ്റർ രാജീവ്, അതുപോലെ പാസ്റ്റർ പ്രഡിനൻ്റ്, ഈ സഭയായി കടന്നു വന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി നിങ്ങളോട് ചേർന്ന് ആയിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് അനുവദിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സ്തോത്രവും കൂടെ പറഞ്ഞാട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ തോമസ് കുട്ടി പാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം ശുശ്രൂഷിക്കുകയും കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെയൊക്കെ നല്ല ഉത്സാഹിപ്പിച്ച് സ്തോത്രം പറയുവാൻ ഉത്സാഹിപ്പിക്കുന്ന കേട്ടപ്പോൾ എനിക്കും അങ്ങ് ഉത്സാഹം വന്നു. പക്ഷേ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ എന്തിനാ സ്തോത്രം പറയുന്നെന്നൊരു വാക്യം പറഞ്ഞേച്ച് ഞാൻ എൻ്റെ പ്രസംഗ വിഷയത്തിലേക്ക് കടക്കുക. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം, പ്രസംഗ വിഷയമല്ല, അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്തോത്രം എന്ന് പറയുന്ന കാര്യം നമ്മൾ തല്ലിപ്പഴിപ്പിച്ച് പറയേണ്ടതല്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആ വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഇങ്ങനെയാണ് വായിച്ചത്: ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകൽ രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് വെറുതെ ഇരിക്കരുത്. എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഒന്ന് പറഞ്ഞാട്ടെ. എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? ഇടയ്ക്കിടയ്ക്കൊന്നും ഞങ്ങൾക്ക് പറയാൻ സമയമില്ല, നിങ്ങൾക്ക് പറയാൻ സമയമുണ്ട്. വചനം പറയുന്നു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഇനി അടുത്ത വാക്യം, ദൂരസ്ഥനും സമീപസ്ഥനും. ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞാൽ ഭവനത്തിൽ രോഗിയുണ്ടെങ്കിൽ അവിടെയും സൗഖ്യമാണ്. ഇതുപോലെ ശ്രേഷ്ഠകരമായ നല്ല പദവി ദൈവം നമുക്ക് തന്നതുകൊണ്ടൊരു സ്തോത്രം പറഞ്ഞേ. അല്ലോ, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും. അടുത്ത വാക്യം, ഞാൻ അവരെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവ പൈതലേ, ഇവിടെ ഇരുന്ന് ഹൃദയഭാരത്തോടെ വേദനയോടെ ദൈവത്തെ നീ സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാൽ ഇവിടെ നമുക്ക് സൗഖ്യമാണ്, ഇവിടെ നമുക്ക് ആശ്വാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നത്തിന്മേൽ പരിഹാരം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അവൻ നമുക്ക് രോഗശാന്തിയും തരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതുകൊണ്ട് ഇനി തുടർന്നുള്ള ദിവസമൊക്കെ നല്ല സന്തോഷത്തോടെ, ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
സകല വസ്തുക്കളുടെയും സമൃദ്ധികേറുവായി നിന്റെ ദൈവമായ യഹോവയെ നല്ല ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടെ, ബാക്കി ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ നിങ്ങളുടെ സ്വോത്രം പോകും. അപ്പം അതുകൊണ്ട് ഇന്ന് പകല് രാത്രിയിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് സന്തോഷത്തോടെ ആരാധിക്കണം. ആ ഭാഗം ഇങ്ങനെ എപ്പോൾ മനസ്സിലായി? ഇവിടെ ഇരുന്ന് സ്വോത്രം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന രോഗികൾ, നമ്മുടെ വിദേശത്തായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സമാധാനം വരുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഇവിടെ നാം ഉണർന്ന് ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുമോ അത്രത്തോളം ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടം കൊണ്ടും തീർന്നില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവിടെ ഞാൻ പറയാം, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ ഈ ഒരു ഭാഗം പണ്ട് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ദൈവത്തിന് കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ? കർത്താവ് പറയല്ലേ കണ്ടു എന്നാ മറ്റുള്ളതെല്ലാം ഓരോ പ്രാവശ്യം പറഞ്ഞു. കർത്താവ് പറയാ ഞാൻ കണ്ടു എന്ന് വെച്ചപ്പം ഞാൻ ദൈവത്തോട് ധ്യാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ജോയി, മിസ്രൈമിലുള്ള ജനത്തെയും കണ്ടു, അവരെ കഷ്ടപ്പെടുത്തുന്നവനെയും ദൈവം എന്ത് ചെയ്തു? ഇന്ന് പകല് ഈ രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ അനുഭവിക്കുന്ന കഷ്ടത കാണുന്ന ദൈവം, ഏത് പ്രശ്നത്തിനാണ് കഷ്ടത അനുഭവിക്കുന്നതെന്നും അറിയുന്നൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. 400 സംവത്സരം മിസ്രൈമിൽ കിടന്ന ജനം 400 സംവത്സരവും അവർ കഷ്ടത അനുഭവിച്ചില്ല. ഒരു സമയത്ത് അവർ നല്ല സന്തോഷം പ്രാപിച്ച ജോസഫിന്റെ നോക്കണം, ജോസഫിനെ ആദരിക്കാതെ വന്ന ഫറവോന്റെ സമയമായപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ഇന്ന് പകല് രാത്രി ഞാൻ പറയാം, ദൈവ പൈതലേ, ഞാൻ ഈ പകലെന്ന് അങ്ങ് വരുവാ. നിങ്ങൾ ഇത്രയും വെട്ടമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും സ്തോത്രം. കാരണം യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ഇവിടെ അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പകലെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തെ നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾ അപ്പോഴങ്ങ് രാത്രിയിൽ നിന്ന് അങ്ങ് പൂരിപ്പിച്ചോണം. അപ്പം ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പം മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നീ അനുഭവിക്കുന്ന വിഷയം, ആ വിഷയത്തിൻ്റെ നോക്കണം, പ്രശ്നം എന്നാന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ ധൈര്യത്തോടെ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ആ പ്രത്യാശയുള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോരാട്ടം എന്ന് പറഞ്ഞു നടക്കുന്നവരല്ല, പോരാട്ടത്തെ ചവിട്ടി മെതിക്കുന്നവരാ ദൈവമക്കൾ. ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കതിനായി നിങ്ങൾക്ക് ധൈര്യം തരാൻ ആ വാക്യം ഞാൻ വായിച്ചത്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1:12 ഇങ്ങനെ വായിക്കുന്നു, അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. പൗലോസ് പറയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഇന്ന് പകൽ രാത്രി ദൈവമക്കൾ ഈ അറിവ് നമുക്ക് വേണം. നമ്മൾ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാവോ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു ചെന്നപ്പോൾ പൗലോസിന് വെളിപ്പെട്ട ദൈവം പൗലോസിന് കാണിച്ചു കൊടുത്തൊരു കാഴ്ചപ്പാടുണ്ട്. 2 കൊരിന്ത്യർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ഒരുവനെ ഞാൻ അറിയുന്നു. അവിടെ അങ്ങനെയാ വായിക്കുന്നത്. 2 കൊരിന്തി 12:2 അവിടെ വായിക്കുന്നു, ക്രിസ്തുവിൽ ഒരുവനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തെ എന്ത് ചെയ്തു? ദൈവവൈതലേ, കാഴ്ച പ്രാപിച്ചവൻ. സ്വർഗമെന്തെന്ന് സ്വർഗത്തിലെ ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ സ്ഥിതി മാറി. ശരിക്കു പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം, ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിറുപിറുപ്പും ഭാരവും ഭയവും വേദനയൊക്കെ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. പൗലോസ് പറയാ, തന്നെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പൗലോസ് ആണെന്ന് പറയുന്നില്ല. കാര്യം എന്നാ? നമ്മളാണെങ്കിൽ ചെറിയൊരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തറയിൽ നിൽക്കത്തില്ല. പിന്നെ പിടിച്ചു കേട്ടാൽ 4 പേര് വേണം. ഞാൻ കണ്ട് പൗലോസ് പറയത്തൊന്നുമല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ആ കരുതലാണ്.
നമുക്കൊരു കാഴ്ചപ്പാട് ദൈവം തന്നു കഴിഞ്ഞാൽ, ഒരു വെളിപ്പാട് തന്നു കഴിഞ്ഞാൽ അത് ദൈവനാമം മഹത്വത്തിന് വെളിപ്പെടണം. പൗലോസ് പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ നാം അറിയണം, ദൈവം നമുക്ക് കാഴ്ചപ്പാടുകൾ തരും, ദർശനങ്ങൾ തരും, പ്രവചന ശുശ്രൂഷ തരും. ഇത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. പൗലോസ് അവിടെ പറയുമ്പോൾ തന്നെ അതിൻ്റെ മേളത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുക. 2 തിമോത്തിയോസ് 1:11 വായിക്കുന്നു. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും. ദൈവ പൈതലേ, ഓർത്തേ, ദൈവം കൊടുത്താൽ ഇങ്ങനെയാ തരുന്നത്. എന്തൊക്കെയാ പൗലോസിൻ്റെ ഡ്യൂട്ടി? എന്നാക്കെയാ? ഒന്നി ഞാൻ പ്രസംഗി. ഒരു സ്തോത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു എന്ന് പറയുന്ന പൗലോസ് പറയാ. ആ സ്വർഗീയ വെളിപ്പാട് അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ തന്നെ തയ്യാറായി നിൽക്കാൻ കാര്യം, ആ സ്വർഗത്തിൻ്റെ വെളിപ്പാട് അകത്ത് കയറി. ഹല്ലേലൂയ. ഈ സ്വർഗീയ വെളിപ്പാട്, കാഴ്ചപ്പാട് അകത്ത് കയറിയവൻ ക്ഷീണിക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ വായിപ്പിച്ച വാക്യത്തിൽ യെശയ്യാപ്രവചനം 57:10 ഇങ്ങനെ വായിക്കുന്നു: വഴിയുടെ ദൂരം നിമിത്തം നീ തളർന്നു പോയിട്ടും നിഷ്ഫലമെന്ന് പറഞ്ഞില്ലെന്ന്. എന്താ കാര്യം? നിന്റെ കയ്യിൽ ജീവശക്തി ഉള്ളത് കൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ലെന്ന്. നമ്മുടെ മേലുള്ള എന്നാ ശക്തിയാ? ഡൈനാമിറ്റ് പവറാ. അതിനെക്കുറിച്ച് എന്താ തോമസ് വാസ പറഞ്ഞേക്കുന്നേ? വഴിയുടെ ദൂരം നിമിത്തം നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന്. എന്തെല്ലാം പ്രതികൂലങ്ങൾ, മരണം വരെ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വന്നതല്ലേ. എന്നാൽ അവിടെയെല്ലാം നമ്മളെ നിലനിർത്തിയത് അവൻ്റെ ആത്മാവാ. അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മേൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നെ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവസനി നന്ദിയുള്ളവരായിരിക്കണം. എന്നാ എന്തുവാ ഇതൊക്കെ വന്നില്ലേ? പോരാട്ടങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു. അവിടെയൊന്നും നമ്മൾ തകർന്നു പോകാതെ നമ്മുടെ അകത്ത് അവനൊരാത്മാവിൻ്റെ എന്ന് വെച്ചാൽ ഡൈനാമിറ്റ് പവറാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇവിടെ പൗലോസ് പറയുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞത്, അതിൻ്റെ ഗുണമെന്നാ? ഞാൻ പ്രസംഗിയാണ്, ഞാൻ അപ്പസ്തോലനാണ്, ഞാൻ ഉപദേഷ്ടാവാണ്. നോക്കണം, അങ്ങനെ ആ പൗലോസ് തന്നെ ദൈവം പരമേൽപ്പിച്ച കൃപയുടെ മഹത്വം അത് വെളിപ്പെടുത്തുവാൻ താൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ 2-3 കാര്യം പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 9-ാമത്തെ വാക്യം 1:9 നോക്കണം. അവിടെ വായിക്കുന്നു, എൻ്റെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ടെന്നാണ്. സ്തോത്രം. പൗലോസ് പറയാ, നമ്മളെ ദൈവം വിളിച്ച എന്നാ വിളിയാ? വിശുദ്ധനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളിയാല. തിമോത്തിയോസ്, ഇത് നിന്റെ കാരണം തിമോത്തിയോസിനെ പഠിച്ച പുള്ളി 3-ാം തലമുറയാ അല്ലേ തോമസ് വാസേ? എത്രാമത്തെ തലമുറയാ? വലിയമ്മ അമ്മ യുനീക്കയും വലിയമ്മ ലോവീസും നിന്നിലും എന്ന് വെച്ചാൽ ഇവൻ എത്രാമത്തെ തലമുറയാ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. 3-ാമത്തെ തലമുറയായ തിമോത്തിയോസിനെ ഉറപ്പിക്കുക. ദൈവമക്കളെ, നമ്മളും എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി. ഇനി മറ്റുള്ളത് കാര്യം അവർ നോക്കിക്കോട്ടെ എന്നല്ല, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ഭാരം വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തോ അവിടെ വായിക്കുന്നത്, തിമോത്തിയോസിന് പറയുന്നു, എൻ്റെ ദൈവം, തിമോത്തിയോസ്, എൻ്റെ ദൈവം വിശുദ്ധ വിളി കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. പിന്നെ താൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ പൂർവികന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ. അപ്പൊ പൂർവികന്മാർ ആരാധിച്ചത് എങ്ങനെയുള്ള മനസാക്ഷിയോടെയാ? നിർമ്മല മനസാക്ഷിയോടെ. പ്രാരംഭ രാത്രി ദൈവ പൈതലെ, ദൈവത്തോടും മനുഷ്യരോടും
കുറ്റമറ്റ മനസാക്ഷിയോടെ നമുക്ക് ആരാധിപ്പാൻ സ്വർഗം തുറന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം നിങ്ങൾ പറ? നിർമ്മല മനസാക്ഷിയോടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? താൻ പ്രാപിച്ചത് തൻ്റെ അനുഭവം തിമോത്തിയോസിനെ അങ്ങ് ഉറപ്പിക്കുക. സ്തോത്രം. ഇനി അതുകൊണ്ട് തീർന്നില്ല. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവിടെ വായിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ. കണ്ടോ? അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടെ, അവിടെ പറഞ്ഞേക്കുന്നത് രാവും പകലും, പിന്നെ ഇടവിടാതെ. സ്തോത്രം ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ഉഴപ്പരുത്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. ഈ ഉപവാസ ദിവസം ദൈവദാസന്മാർ നമുക്ക് അനുവദിച്ചു തന്നത് നമുക്ക് നേടാനുള്ള ദിവസമാണ്. ഇന്ന് രാത്രി മുതൽ നാം പ്രാർത്ഥിക്കണം. തിമോത്തിയോസിനോട് പറയുക, എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ സന്തോഷപൂർണ്ണനാക്കുവാൻ. അപ്പം ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ വാട്ടമൊക്കെ മാറണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വാട്ടമൊക്കെ ഒന്ന് മാറണം, ശോഭിക്കണം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് ആ വാക്യം നേരത്തെ പറഞ്ഞു വിട്ടൊരു വാക്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയാണ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അടുത്ത വാക്യം നിന്നിലും പറഞ്ഞാട്ടെ. തിമോത്തിയോസ്, നീ 3-ാം തലമുറക്കാരനാ, പക്ഷെ നീ അവിടെ ഒരു ഉഴപ്പൻ പാർട്ടിയല്ല. ആ വിശ്വാസം നിന്നിലുമുണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുക? ദൈവമക്കളെ, തലമുറയായി നിലനിൽക്കേണ്ടതും നമ്മുടെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയും ഈ നന്മ പ്രാപിക്കത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിച്ചാരംഭിക്കണം. നമ്മൾ ഉഴപ്പരുത്. പ്രൈസലോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇനി ആദ്യത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം. 2 തിമോത്തിയോസ് 1:12 വായിച്ചത്, അവിടെ അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഈ ഒരറിവ്, സ്തോത്രം. നമുക്ക് മറ്റുള്ള അറിവുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ദൈവമാര് എന്നുള്ള അറിവ് നമ്മുടെ അകത്ത് വേണം. 2-ാമത്തെ അറിവ്, ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം. ഇയ്യോബ് 9:28, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ ഒരു സ്തോത്രം പറഞ്ഞില്ല. ഇയ്യോബ് പറയാണ്, ദൈവമേ, ഞാൻ ഇറങ്ങിത്തിരിച്ചു, ജീവിതത്തിൽ എല്ലാം തകർന്നു, മുഖത്ത് നോക്കി ആശ്വാസത്തിന് വരുന്നവർ പോലും എനിക്കെതിരാ, വേദനിപ്പിക്കുക. പക്ഷെ ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, എന്താ? നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ. എൻ്റെ പാസ്റ്റർ, ഞാൻ പലപ്പോഴും ചിന്തിച്ചു, നമ്മൾ ക്ലിയർ ആണെങ്കിൽ ദൈവം സാത്താനോട് പോലും ദൈവം സംസാരിക്കും. നമ്മൾ സംസാരിക്കാൻ പറ്റും. അങ്ങനെയല്ലയോ? ഇയ്യോബിൻ്റെ പുസ്തകം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ സാത്താനോട്. ദൈവം ആരോടാ സംസാരിച്ചത്? അപ്പം നമ്മൾ ശരിക്കിരുന്ന നമ്മൾ ഒത്തിരി പലിശിക്കേണ്ടി ഒന്നും വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവം സാത്താനോട് പറയാണ്, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ മാന്യമായി ആരാധിക്കുന്ന തൻ്റെ മക്കൾക്കു വേണ്ടി ദൈവം ഇടപെടേണ്ടടുത്ത് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ആമേൻ. നമ്മൾ മടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. കാരണം യോബ് പറഞ്ഞ അങ്ങനെയാണ്, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. 1:8 2:3 വാക്യത്തിൽ ഈ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ദൈവവൈതലെ, പിശാച് അവൻ ഒരിക്കലും നമ്മൾ സ്വസ്ഥതയോടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുന്നത് കൊണ്ട്, ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചത്, ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ സാധു സുന്ദർ സിംഗ് തൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊരു കല്യാണത്തിന് ചെന്നു.
ചെന്നപ്പം ഈ സിഖ് മതക്കാരെല്ലാം കൂടെ തന്നെ വട്ടമിട്ട് പണ്ഡിതന്മാരെല്ലാം കൂടെ ചോദിച്ചു, ഹലോ സുന്ദർ സിംഗ്, നീ സിഖ് മതം വിട്ടിട്ട് ക്രിസ്തീയ മതം പ്രാപിച്ചിട്ട് എന്തോ നേട്ടം ഉണ്ടായിരുന്നു? സിഖ് മതം വിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചിട്ട് എന്തോ നേട്ടമുണ്ട്? അവർ വിചാരിച്ച് ഇദ്ദേഹം വലിയ രീതിയിലൊക്കെ പൊലിപ്പിച്ച് പറയുന്നു. പക്ഷെ പുള്ളി ഇത്രേ പറഞ്ഞുള്ളൂ, എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ട്. പാളയ സഭക്കാരെ, നമുക്ക് വലിയ കൊഴിപ്പിക്കുന്നതൊന്നും പറയാനില്ലെങ്കിലും നമുക്ക് പറയാനുള്ളതൊന്നാണ്, എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ യേശു എൻ്റെ സഭയിലുണ്ട്, എൻ്റെ യേശു എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ യേശു എൻ്റെ തലമുറയിലുണ്ട്, എൻ്റെ യേശു ഞാൻ പോകുന്നിടത്തൊക്കെ ഉണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതുകൊണ്ട് യോബ് പറയാണ്, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന്. അതുകൊണ്ട് സദൃശ്യവാക്യം 12:25 ഇങ്ങനെ വായിക്കുന്നു, അത് ഞാൻ പറയാം, എടുക്കണ്ട. മനോവസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു. ദൈവമക്കളെ, നമ്മുടെ മനസ്സിനെ ഇടിക്കത്തക്കവണ്ണം ശത്രു അവൻ്റെ തന്ത്രങ്ങളൊക്കെ മെനയുമ്പോൾ ഇന്നു പകൽക്കാലം ഇടിഞ്ഞവനെ പണിയുന്നവൻ്റെ സന്നദ്ധിയില പ്രാരംഭ ഉപവാസ ദിവസം നമ്മൾ ഇരിക്കുന്നത്. അവിടെ വായിക്കുന്ന അങ്ങനെയാ. സദൃശ്യവാക്യം 12:25 അവിടെ ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനോവസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോരാട്ടവും പ്രശ്നവും ഒക്കെ വരുമ്പോൾ വരത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെയെല്ലാം പറയണം, എന്നെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ അറിയുന്നവരൊക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം രണ്ടാമതായി നമ്മൾ കേട്ടത്, ഇയ്യോബ് പറയുന്നു, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഇനി മൂന്നാമതായി ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇയ്യോബ് പറയാ, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു എന്ന്. സ്തോത്രം. എന്തുവാ ഈ പാപം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മൃഗങ്ങളുടെ ഇടയിൽ പാപമില്ലാത്തത് ഇതിനെന്നാന്നറിയോ കുഴപ്പം? ഇതിന് വകതിരിവില്ല. മൃഗങ്ങളുടെ ഇടയിൽ പാപമില്ലാത്തത് അതിനെന്തോ ഇല്ല, വകതിരിവില്ല. പക്ഷെ മനുഷ്യന് തിരിച്ചറിവുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ മറ്റൊരു മൃഗമാകാറുണ്ട്. ഇത് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്തതല്ല, മനസ്സിലായോ? വർത്തമാന പത്രവും ടി വിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കേട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അത് കേൾപ്പിക്കാൻ കഴിയാത്ത മ്ലേച്ഛത ഇന്ന് ഭൂമി നടമാടുക. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ വകതിരിവില്ലാത്തവരല്ല, നമ്മൾ തിരിച്ചറിവുള്ളവരെല്ലാം കൂടെ ദൈവത്തെ സ്തുതിച്ചേ. ഇത് നിങ്ങൾക്ക് പിടികിട്ടിയില്ല. പിടികിട്ടാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പം പിടികിട്ടും. ഒരിക്കൽ ഈ മേളിൽ കൂടെ ഒരു പരുന്ത് ഇങ്ങനെ പറന്നു പോവുക. പരുന്ത് അവൻ താഴോട്ട് നോക്കിയപ്പം താഴെ ഒരു മീന് ചത്ത് കിടക്കുക. ഈ പുള്ളി ഓടി വന്ന് ഈ ചത്ത മീനിനെ ഇങ്ങനെ കൊത്തിയെടുക്കാനായിട്ട് ചെന്നപ്പം കാക്കയെല്ലാം കൂടെ വന്ന് ഈ പുള്ളി അങ്ങ് പെട്ടെന്നിട്ട് കൊത്തി ആകപ്പാടെ പുള്ളി അങ്ങ് പ്രയാസപ്പെടുത്തി. ഈ പുള്ളി അത് വിട്ടേച്ച് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് നടന്ന സംഭവമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, എങ്കിലും ഈ കാക്കയുടെ കുഴപ്പം. ഉടനെ ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, കാക്കയുടെ കുഴപ്പമല്ല, ചത്ത മീനിനെ കൊത്താൻ പോയ ആരുടെ കുഴപ്പമാണ്? നിങ്ങളൊന്നും മിണ്ടൂല്ല, എനിക്കറിയാം. പാളയംകാരും മിണ്ടത്തില്ല. അമ്മാമ്മ പറഞ്ഞ, അച്ചായ, ചത്ത മീനിന്റെ കുഴപ്പമല്ല, പിന്നെ എന്താ കുഴപ്പം? ചത്ത മീനിന് ചത്ത മീനിനെ കൊട്ടാൻ പോയ അച്ചായന്റെ. ഞാൻ പറയാം, ദൈവമക്കളെ, കഴുകനെ കുറിച്ച് മനുഷ്യനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തോ നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ. അപ്പൊ ഞാൻ പറയട്ടെ, ചത്തതിനെ പിടിക്കാനും ചത്തതിന്റെ പുറകെ പോകാനല്ലാതെ ഉശിരുള്ളതിനെ വേണം നേടാൻ. ഈ ഉപവാസം കഴിച്ചിട്ട് നമ്മൾ നല്ല ജീവനുള്ളതിനെയൊക്കെ നേടണം, അല്ലേ വാസുമാരെ? കാരണം ദൈവം
നമ്മളെ വിളിച്ചത് ഈ മണ്ണാങ്കട്ടയൊന്നും കണ്ട് പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിയെ കിട്ടി അവനോട് വ്യക്തമായി എൻ്റെ യേശുവിനെ കുറിച്ച് പറയാനുള്ള മനസ്സ് വേണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പാവവാക്കുകൾ, പാവ സംസാരങ്ങൾ, പാവ ചിന്തകൾ ഒന്നും നമ്മെ അലട്ടരുത്. ആ ഭക്തൻ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ഇരുന്നുകൊണ്ട് യോബ് പറയാണ്, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു, എൻ്റെ അകൃത്യം നീ എന്ത് ചെയ്യത്തില്ല, ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവശിക്ഷയുണ്ട് കേട്ടോ. ദൈവം കണ്ടില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അത് എൻ്റെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നല്ലതുപോലെ കാണുന്നൊരു ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നമ്മുടെ പ്രാരംഭ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ നീ കാണാതെ ഒന്നും മറവല്ല. എത്ര പേർക്ക് സന്തോഷമുണ്ടേ? ആമേൻ. ഇനി അതിൻ്റെ നാലാമതായി ആ ഭാഗം ഞാൻ വിടുക. അയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് പറഞ്ഞ് വായിച്ചേ. ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. യോബ് പറയാ, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. എന്നെ ഈ അടുത്ത ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ നമുക്കൊരു വീട്ടിൽ പോകാൻ, സുവിശേഷം പറയാൻ. ഞാൻ പറഞ്ഞു പോകാം. അദ്ദേഹം വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളിലും കൂടെ പോയി ആ വീട്ടിൽ ചെന്നപ്പോൾ അച്ചായൻ അങ്ങോട്ട്, എൻ്റെ ദൈവമേ ഞാൻ ഇതുവരെ കേൾക്കാത്ത അറിവ് അച്ചായൻ്റെ വായിൽ നിന്ന് വരുന്നത്. നമ്മൾ പറയുന്നൊന്നും കേൾക്കണ്ട, അച്ചായൻ പറയണം, നമ്മൾ കേൾക്കണം. എനിക്കങ്ങ് സങ്കടമൊക്കെ വന്ന്, കർത്താവേ ഇവനോട് ഇനി എന്ത് ചെയ്യണം? അവസാനം ദൈവം എനിക്കൊരു കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞു, പൊന്ന അച്ചായ, എൻ്റെ ഉടയൻ തമ്പുരാന് എൻ്റെ യേശുവിന് ആവശ്യം എന്നെയും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ പറഞ്ഞാട്ടെ, നമ്മൾ അവൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ഈ 3 ദിവസം ഇവിടെ ഇരുന്ന് ഊർജം പ്രാപിച്ചിട്ട് നമ്മൾ പോയി തത്വചിന്തയും വെറും വഞ്ചന വാക്കുകളൊക്കെ കേട്ട് നമ്മൾ മടുക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അവിടെ ജയമെടുത്ത് നമ്മൾ സുവിശേഷവാദികളാകണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ 10,000-കണക്കിന് വീട് കയറി ഞാൻ നടക്കും. കാരണം എന്താ പറയുക, വീട്ടിൽ വരുമ്പോൾ ഉച്ചയ്ക്കൊന്നും നമുക്ക് ഉറങ്ങാനുള്ള സമയമല്ല. പ്രായമൊക്കെ ഉള്ള ഞങ്ങളെ പോലെയുള്ള ഒരു കുഴപ്പമില്ല. പണ്ട് ഞാനിപ്പോൾ എൻ്റെ സെൻട്രലായാലും എൻ്റെ സെൻട്രലുള്ള ഒരു പാസ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയാറുണ്ട്, ദൈവദാസന്മാരെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥന. 2 കഠിനാധ്വാനം. എന്തോ അധ്വാനം? കുഴപ്പം പരിപാടിയൊന്നും പറ്റത്തില്ല. നമ്മൾ കഠിനാധ്വാനം ഇതങ്ങോട്ട് ചെയ്താൽ പിന്നെ 3 നമ്മളല്ല പിന്നെ ആരെ ഭാഗത്ത് സന്തോഷിക്കുന്നത്? അല്ലേ? ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന കാലത്ത് ദൈവവൈതലെ ഫുൾ ടൈം പാസ്റ്റർ. ഒരു കാര്യം ചിന്തിക്കാനേ ഉള്ളൂ, അത് അനുഭവിക്കാനൊക്കത്തില്ല. അതുപോലെ കഷ്ടതയുടെ തീച്ചൂളെ അനുഭവിച്ചവർ. പക്ഷെ ഒരു കാര്യം അപ്പോഴും ഉള്ളിനകത്തൊരു പ്രത്യാശയുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നത് ദേശം വിട്ടു കാസ്നേജി താമസിച്ച ഞാനേ ഉള്ളെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ ഞാനേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം വേറ്റിനാട്ടൊരു വീട് മേടിച്ചു, അവിടെ താമസിച്ചിട്ട് ഇപ്പം ഞാൻ മണ്ണന്തല ദൈവം ഒരു വീട് തന്നു. അവിടെ പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ GJ അലക്സാണ്ടർ, ഞങ്ങൾ വേറെ ആരും വിളിച്ചില്ല കേട്ടോ, സോറി. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് താമസിച്ചപ്പോൾ പുള്ളി എഴുന്നേറ്റ് എന്ന് പറയുക, ഞാൻ ഇത്രയും ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഞാൻ ഒരാൾക്ക് 2 വീട് പ്രതിഷ്ഠിച്ച് KJ ജോസഫിലാണ്. മനസ്സിലാവുന്നല്ലോ? 23 വീട് മാറി, പാറശാല തൊട്ട് എറണാകുളം വരെ ഇരുന്ന എനിക്ക് ഈ 24 വീട് മാറി. പക്ഷേ അവിടെ എല്ലാം ഞാൻ ഇതെല്ലാം വീട് ഷിഫ്റ്റിങ് സമയത്ത് ഭാര്യയോ മക്കളെയോ അസഖ്യപ്പെടുത്താതെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യം. എന്നാൽ ഇവർ ഇത് പെറുപുറത്തുകൊണ്ട് വല്ലതും ചെയ്ത അനുഗ്രഹത്തിനുള്ള എന്തോ ആവും, പക്ഷേ ശാപമാവും. പക്ഷെ അവിടെയെല്ലാം സന്തോഷത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് ഓർത്തൊരു സ്വോത്രം പറഞ്ഞാട്ടെ. എൻ്റെ വീടിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ കൃപ കയറ്റാൻ ഞാൻ വന്നതല്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ എൻ്റെ ദൈവമേ നീ എന്ത് ചെയ്യത്തില്ല? ഒരു സ്വോത്രം പറഞ്ഞാട്ടെ.
ദൈവമക്കളെ, നമ്മുടെ ഭാരവും വേദനയും തകർച്ചകളും മനുഷ്യൻ കണ്ട് ചിരിക്കുമ്പോൾ ദൈവം അവിടെ അപ്പോഴേ അത് നോട്ട് ചെയ്യും. പ്രൈസലോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നാം അനുഭവിക്കുന്ന കഷ്ടതയും നാം അനുഭവിക്കുന്ന ശോധനയും അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സമയം അടുത്ത് വരികയാണ്. നാം ക്ഷീണിക്കണ്ട. പ്രത്യാശയുള്ളവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. അവിടെ നമ്മൾ സ്തോത്രം ഇവിടെ വായിച്ചത്, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഇനി ആ ഭാഗം അങ്ങ് വിട്ടാരെ. ഇനി 5-ാമതായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പാസ്റ്റർമാരോട് ഒരു ദൂത് പറയുക. നീ വിശ്വസ്തനായിരുന്നാൽ ലോകം നിന്നെ ബഹുമാനിക്കും. ഇനി ഒരു നല്ല പാസ്റ്റർ ദൈവസഭയ്ക്ക് നല്ല ഔഷധം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഓർക്കണം, ഇരിക്കുന്ന എന്നാന്നറിയാവോ? തമ്പുരാന്റെ ഔഷധങ്ങൾ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒരു നല്ല പാസ്റ്റർ ദൈവമക്കളെ ആ ദൈവസഭയ്ക്ക് ഔഷധം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്ത് പറയണം. ചിലർ പല നമ്പറുകളാണ്, എന്നോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ പാസ് എന്ത് ചെയ്തില്ല, ഞാൻ വിളിച്ചപ്പോൾ പാസ് എന്ത് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ജയമെടുത്തു. പക്ഷെ ഞാൻ പറയണ പാസ് എടുക്കണവരെ വിളിക്കണം. അമ്മേ, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ലോകം നമ്മെ ബഹുമാനിക്കും. വെട്ടിയാറ് ഞാൻ ഇരിക്കുന്ന കാലത്ത് പാസ്റ്റർമാരുടെ ഗുണം എന്നാണ് അവിടെയുള്ള നാട്ടുകാർ മനസ്സിലാക്കിയത്. 5 വർഷം ആ ദേശത്ത് ദൈവമക്കളെ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരാന്ന് അവർ മനസ്സിലാക്കണം. നമ്മുടെ പേര് തന്നെ എന്തുവാ? നമ്മുടെ എന്തുവാ എഴുതു? പ്രാർത്ഥനക്കാരെന്നാണ്. അപ്പോൾ ഓർത്തോണം, ദൈവസന്നിധി ദൈവദാസന്മാർ അവർ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അവർ നമ്മുടെ ഔഷധമാണ്. ദൈവസഭയുടെ വിഷയം വന്ന് പറയണം. അവരെ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി അവരിൽ കൂടെ ദൈവം വെളിപ്പെടുത്തും. പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹം. അതുകൊണ്ട് വിഷയങ്ങൾ വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ പാസ്റ്ററുടെ മുമ്പിൽ വന്ന് മുഴങ്കാലും മടക്കി പറയണം, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരാണ് നമ്മുടെ ഔഷധം. സ്തോത്രം. അവർ ദൈവത്തോട് പറഞ്ഞ ദൈവം അവരുടെ മുഖം ആദരിക്കുമെന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനിത്. ഇവിടെ നമ്മൾ വായിച്ചത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് അറിയണം. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയെങ്കിൽ ദൈവവൈതലേ, തമ്പുരാൻ നമ്മളെ മറന്നു കളയത്തില്ല. നാം ചെയ്തതും നിന്നതും പ്രവർത്തിച്ചതും നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റാം. അടുത്ത് 6-ാമതായി എടുത്ത് വായിച്ച് 2 കൊരിന്തി 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിലെ ദൈവമക്കളെ കേട്ടോണം, ഇവിടെ ചിലത് അഴിയുമ്പം ചിലത് പണിയപ്പെടും. ദൈവവചനം പറയാ, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അടിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. നമുക്കൊരു ഭവനമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഈ വാക്യം വായിച്ചുകൊണ്ടാരും പേടിക്കൊന്നും വേണ്ട. എത്ര പേടിച്ചാലും ദൈവവചനം പറയുക, 2 ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 ശമൂവേൽ 14:14 വായിക്കുന്നത് നാം മരിക്കേണ്ടവരല്ലയോ എന്നാണ്. ഹലോ, നാം മരിക്കേണ്ടുന്നവരല്ലോ. മതി. ഇനി കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ഇനി അത് വിഷമാവും. ഇത്രയൊക്കെ ഉണർവ് കാണിച്ചിട്ട് അതും കൂടെ കൊണ്ടുവന്ന് ജോസഫ് വാസ് വന്ന് അതും കൂടെ പറഞ്ഞ് ഞങ്ങളെ അത് കേൾപ്പിച്ചെന്ന. അപ്പം നമ്മൾ എങ്ങനെയുള്ളവരാ ഒന്ന് പറഞ്ഞാട്ടെ. എത്ര മിടുക്കനായാലും, എത്ര ശക്തനായാലും, എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ആരാ? മരിക്കേണ്ടവരപ്പം ഞാൻ മരിക്കാൻ ഏൽപ്പിക്കുന്നു പറയണ്ട. നമ്മൾ അതിനുള്ള ഒരുങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം?
ഒരുങ്ങണം. അവിടെ വായിക്കിങ്ങനെ, നാം മരിക്കേണ്ടുന്നവരല്ലോ. ദൈവമക്കളെ, നമ്മളെ ദൈവം ഈ സ്ഥാനത്താക്കിയെങ്കിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിച്ചത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ അറിയാത്ത ഒരു ഹൃദയം സ്ഫോടന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതുപോലെയാണ്. ദൈവത്തെ അറിയാത്ത ഒരു ഹൃദയം സ്ഫോടന വസ്തുക്കൾ കൊണ്ട് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവമക്കൾക്കറിയാം, എൻ്റെ ഈ ശരീരം ഇത് ഇവിടെ ഇട്ടേച്ചു പോകേണ്ടതാ. അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് നാം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ ദൈവസന്നിധിക്കുന്ന, രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവ പൈതലേ, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം. നമ്മളിത് അറിയണം. ഈ അറിവാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. നാം അതിനായി ഒരുങ്ങണം. ഓരോ ദിവസവും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് പകൽക്കാലം രാത്രിയിൽ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അടുത്തതായിട്ട് ഏഴാമതായി 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ വായിച്ചത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പർവ്വതം നമുക്ക് കീഴടങ്ങത്തില്ല. പർവ്വതം നമുക്ക് കീഴടങ്ങത്തില്ല. പക്ഷെ നമുക്ക് പർവ്വതത്തെ എന്ത് ചെയ്യാം? സ്വതന്ത്രമൊന്നും പറഞ്ഞില്ല. നാളെ രാവിലെ ഉപവാസവും പിന്നെ എന്തുവാ ബ്രേക്ക് ചെയ്തേച്ചിട്ട് കാടിപ്പാറയിലും പിന്നെ വലിയ പർവ്വതമൊക്കെ കയറാനൊന്നും പോകരുത്. മനസ്സിലാക്കുന്നുണ്ടല്ലോ? നമ്മുടെ മുമ്പിൽ പർവ്വത സമനായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദൈവ പൈതലിനറിയാം അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പർവ്വതം നമ്മുടെ മുൻപിൽ കീഴടങ്ങത്തില്ല. പക്ഷെ നമുക്ക് ധൈര്യത്തോടെ പറയാം, പർവ്വതത്തെ നമുക്ക് കീഴടക്കാം. ഈ ഉപവാസ പ്രാർത്ഥന ചില പർവ്വതങ്ങളെ നമുക്ക് കീഴടക്കാനുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന ദൈവ പൈതൽ ഇവിടെ വായിച്ച അങ്ങനെ കൊണ്ടാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണും എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 13-ന്റെ 12-ഉം 13, 1 കൊരിന്ത്യർ 13-ന്റെ 12-ഉം 13 ഒന്ന് വായിച്ച സിസ്റ്ററെ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അപ്പോൾ മുഖാമുഖമായി കാണും. കണ്ടോ? മുഖാമുഖമായി പൗലോസ് ഒരു വെളിപ്പാട് കണ്ടു. സ്വർഗത്തിൽ പോയ 14 സംവത്സരം മുമ്പ് അവൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവദാസന്റെ ശുശ്രൂഷ കർത്താവിന് വേണ്ടി പൗലോസ് പറഞ്ഞു. അതുകൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് ലാഭമാഴമായി വെളിപ്പാടകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിയൊക്കെ മാറും. ഇപ്പോൾ അവിടെ നമ്മൾ ആ സഹോദരി വായിച്ച വാക്യം നമ്മൾ കേട്ടല്ലോ. എന്താ വായിച്ചത്? ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ടേ? അതുകൊണ്ട് തീർന്നില്ല. പിന്നെ റോമർക്കെഴുതിയ ലേഖനം 8-18 കൂടെ ഒന്ന് വായിച്ച്, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടി എന്നോട് പറഞ്ഞ സമയത്തിന് മുമ്പേ ഞാൻ ഇരിക്കും. റോമർ 8-18 കൂടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ടേ? ആമേൻ. ദൈവമക്കളെ, ആ ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഒന്നാമതായി ഇവിടെ വായിച്ച വാക്യം 2 തിമോത്തിയോസ് 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ പൗലോസിൻ്റെ ഉൾക്കാഴ്ച, ദൈവം പൗലോസിന് കൊടുത്ത വെളിപ്പാട്, അത് ദൈവം പൗലോസിന് കൊടുത്തപ്പോൾ
തിമത്തിയോസിനെ അത് ബോധ്യപ്പെടുത്തത്തക്കവണ്ണം ദൈവം മുഖാന്തരം പൗലോസ് തിമത്തിയോസിന് ചില കാര്യങ്ങൾ പ്രബോധിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. രണ്ടാമത് നമ്മൾ കേട്ടു, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ദൈവവൈതലേ, ദൈവം നമ്മളെ മറന്നു കളയത്തില്ല. നമുക്ക് വേണ്ടി സാത്താനോട് പോലും സംസാരിക്കുന്നൊരു നല്ല ദൈവം. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? മൂന്നാമത് നമ്മൾ കേട്ടു, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല. നാലാമത് നാം കേട്ടു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. അഞ്ചാമത് നമ്മൾ കേട്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ആറാമതായി നമ്മൾ കേട്ടത് 2 കൊരിന്ത്യർ 1:5, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം സ്വർഗത്തിലുണ്ട്. ഏഴാമതായി നമ്മൾ കേട്ടു 1 യോഹന്നാൻ 3:2, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നു. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കേട്ട ദൈവവചനം ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊരു പാട്ടിൻ്റെ ചില വരികൾ ഇന്ന് രാത്രി നമുക്ക് ഒരു പാട്ടുപാടി ആത്മനിറവോടെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുന്ന യഹോവ. പിന്നെ നമ്മൾ കേട്ടു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. മക്കളെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടുപാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. തോമസ് കുട്ടി പാസ്റ്റർ വന്നാട്ടെ, നമുക്ക് ഒരുമിച്ചൊരു പാട്ടുപാടി ശക്തിയോടെ ഈ ദൈവത്തെ ആത്മനിറവോടെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ ആദന്നാനന്ദമേ, പ്രത്യാശയിൻ പ്രഭാതമേ. ആദന്നാശയേ ആദന്നാനന്ദമേ, പ്രത്യാശയിൻ പ്രഭാതമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരല്ല നീങ്ങിടുമേ. ആനന്ദദായകന എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എൻ്റെ അല്ലലാകയാകം നീടും എനിക്കാനന്ദമേ യുഗായുഗം. എൻ്റെ അല്ലലാകയാകം നീടും എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവക ദൈവദൂതരല്ലൂ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവക ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ഓ തേജസ്സിൽ ഗ്ലോറി
പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഓ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഈ മണ്ണിൽ എൻ്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവു പോ. ഈ മണ്ണിൽ എൻ്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതു കിനാവു പോൾ. നിത്യ തേജസ്സിൽ ഘനമാണതിൽ ഫലമെൻ പ്രിയനന്നു നൽകിയിടും. നിത്യ തേജസ്സിൽ ഘനമാണതിൻ ഫലമെൻ പ്രിയനന്നു നൽകിയിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഹായത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. ഹായത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനെൻ്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെൻ്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സി ആശയെ അതൻ ആനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ്, തേജസ്സിലേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്നെ ഞാനത് കാണും. ഓ ആനന്ദദായകന് എൻ്റെ പ്രിയന്റെ വരവടുത്തു. എൻ്റെ കണ്ണുനീരെല്ലാം അവനെ തുടയ്ക്കുന്ന നാളിതാ സമീപമായിരിക്കുന്നു. എൻ്റെ അല്ലലെല്ലാം മാറിപ്പോകുന്ന സമയം യുഗായുഗമായി പ്രിയനോട് ചേർന്ന് വസിക്കുന്ന ഒരു കാലം. യെസ്, എൻ്റെ വാഗ്ദത്ത നാട്, ആ സ്വർഗീയ കനാൻ എനിക്ക് വേണ്ടി ഒരുക്കുവാൻ എൻ്റെ യേശു പോയി. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന് പറഞ്ഞ കർത്താവ്, മുഖാമുഖമായി അന്ന് കാണുമെന്ന് പറഞ്ഞ കർത്താവ്, അവൻ എൻ്റെ ഉപനിധി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, യെസ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ. യെസ്, ഓ പ്രാണപ്രിയന്റെ ആമേ വരവാസനമായിരിക്കുന്നു. ആമേ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഷുഡാ ബാബാ ബാബാ ബാ ശരമാനാദാരാധന. ജീവാലവാരവ സംദരദരാദര രീഗജാലഹദ്രേ ദിഗജാലവരാദരാജല രീപനവാരവ സംദരാദിരാജാരവരാദരാജല രീഗാരാധികാനവാനവാരവ രീവനരാജവനദനെ ഋഗജാലവരാദര രീഗാലഹംദരേ ദിഗക്ഷരാദരാദര അജഗദരാദരാജനാദര ശ്രീകാരവനെ സംജരാവിരവാനഹദരെ അജഗരാധരാജനെ ദിഗജാലവരാധര ശ്രീബനവാരവൻ സംദല ജഗരാധരാജല ശ്രീബലവരാധരെ ജഗനാ സംദലെ ദിഗജാലാധരാജല ശ്രീബനവരാധരാജല ശ്രീഗക്ഷപാനവരാധരാജല ശ്രീകാരവന സംദരെ ദിഗക്ഷരാധരാജരാധരാധര. Amen. Glory to Lord, glory to Lord, glory to Lord, glory to Lord. Hallelujah, 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 hallelujah. അമേൻ. കർത്താവിൻ്റെ ദാസനെ, കർത്താവിൻ്റെ അഭിഷേകത്തിനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വേറെ ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രാത്രികാലം തന്നെ കർത്താവിന് നമ്മോട് കരുണ തോന്നിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മോട് കർത്താവിന് മനസ്സലിവ് തോന്നിയല്ലോ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ദൈവം അയച്ച് നമ്മെ ശക്തീകരിച്ചല്ലോ, നമ്മെ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഹല്ലേലൂയ. അതൊരു വലിയ വെളിപ്പാടാണ്. ഹല്ലേലൂയ. പൗലോസന് ദൈവം കൊടുത്തൊരു വലിയ വെളിപ്പാട്. ഹല്ലേലൂയ. വലിയ കഷ്ടതകൾ ഉണ്ടായിരുന്നു, വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും ഹല്ലേലൂയ താൻ ആരെ ഹല്ലേലൂയ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. സകലത്തിൻ്റെയും ഉടയവനായവൻ, കഷ്ടതയുടെ മേൽ ഹല്ലേലൂയ അധികാരമുള്ളവൻ, സകലത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സകലത്തെ പ്രശ്നങ്ങൾക്കും ഹല്ലേലൂയ പരിഹാരം വരുത്തുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു ഹല്ലേലൂയ നാം ലജ്ജിച്ചു പോകേണ്ട കാര്യമേകില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കഷ്ടത മാറ്റാൻ കഴിയുന്നവർ, നമ്മുടെ കണ്ണുനീര് മാറ്റാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞവൻ, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടത കണ്ട ദൈവം നമ്മെ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന പോലെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെ അറിയുന്നു എന്ന് വ്യക്തമായി ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആമേൻ സർവ്വത്തിനും മീതെ ഹല്ലേലൂയ വലിയവനാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവ്വവല്ലഭനാണ്. അവന് കാറ്റിൻ്റെ മേലും കടലിന് മേലും ഹല്ലേലൂയ സകല ഹല്ലേലൂയ പ്രപഞ്ചത്തിന് മേലും ഹല്ലേലൂയ പാതാളത്തിന് മേലാവട്ടെ സ്വർഗത്തിലാകട്ടെ പാതാളത്തിന് സ്വർഗത്തിന് ഒക്കെ മേൽ അവന് അധികാരമുണ്ട്. സകലത്തിനു മേലും അധികാരിയായ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ അത്രേ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ആ ദിവസം വരെയും നമ്മെ നടത്തുവാൻ മതിയായ ഒരു ദൈവത്തെ അത്രയും നാം ഹല്ലേലൂയ ആമേൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഹല്ലേലൂയ വിളിച്ചറിയിച്ചല്ലോ. ആമേൻ. സ്തോത്രം ചെയ്യുന്ന നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവം, സകലവും നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നിത്യഭവനം സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പ്രത്യക്ഷനാകുന്ന സമയം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യാശ പുതുക്കി ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കപ്പെടുവാൻ, ബലപ്പെടുവാൻ, കർത്താവിൽ ഉറയ്ക്കുവാൻ, ഹല്ലേലൂയ പ്രത്യാശയോട് അടുത്ത് ചെല്ലുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ ശക്തമായി സംസാരിച്ചല്ലോ. അതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രൈസ് ദി ലോർഡ് ഈസ്റ്റിന്റെ ഹല്ലേലൂയ സെന്റർ പാസ്റ്ററായി, ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ സെന്റർ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ അഭിഷേകത്തിനെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ നമുക്ക് നൽകി നമ്മെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ തരത്തിൽ ഹല്ലേലൂയ ദേവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു. പിന്നെ ഈ ദൈവം ശക്തമായി ദേവദാസനെ ഉപയോഗിക്കട്ടെ. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ അഭിഷിക്തൻ ഹല്ലേലൂയ തോമസ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ മാസത്തെ 3 ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യരാത്രി ഞങ്ങളോട് അവിടുത്തെ ആത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ തന്നെ എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കർത്താവേ ഹല്ലേലൂയ തക്ക സമയത്ത് സ്തോത്രം ഞങ്ങളിൽ സ്തോത്രം അത് വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ഭാരങ്ങളോടെ സ്തോത്രമായിരിക്കുന്ന ദൈവജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ വാസ പ്രാർത്ഥന സ്തോത്രം ഹല്ലേലൂയ
സ്തോത്രം അവർ സന്തോഷിക്കുന്ന ദിനങ്ങളാക്കി ദൈവം അവിടുന്ന് മാറ്റണമേ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ആനന്ദത്തിലും രാവിലെ ആനന്ദഘോഷം വരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്നു. സ്തോത്രം. അവിടുത്തെ വചനം അയച്ച് സ്തോത്രം ഞങ്ങളെ അവിടെ നിന്ന് വിടിയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ അവിടെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ആ വചനത്തിൻ്റെതായ ഹല്ലേലൂയ വിടുതലുകൾ സ്തോത്രം ഞങ്ങളിൽ സംഭവിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. രോഗത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം തൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വാസവേളയിൽ വെളിപ്പെടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ മേറി സാറിനായി കുടുംബമായി ഞങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അധ്വാനങ്ങളെ മാനിക്കുന്ന ദൈവം ഹല്ലേലൂയ ദാസനെ വാസവേളയെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി പാസ്റ്ററേയും കുടുംബത്തെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. രാജീവ് സാറും കുടുംബത്തെയും ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജിനി ജോസഫ് പാസ്റ്ററേയും കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാല് കർത്താവിൻ്റെ ദാസന്മാരും കർത്താവേ സ്തോത്ര ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ മൂർച്ചയുള്ള ആയുധങ്ങളായി യുവാസം സ്തോത്രം അവിടെ നിന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എളിയവനും കടന്നു വന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളോട് ഒരുമിച്ച് ഇരിക്കുവാനിടയാക്കിയ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് സ്തോത്രം. ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥനാജനം കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ടുപിടിക്കണം. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ അവിടുത്തെ വചനം ശുശ്രൂഷിച്ച കർത്താവെ അങ്ങയുടെ വിലയേറിയ ദാസന്റെ മേൽ, കുടുംബത്തിന്മേൽ, ഭൂലോകമൊക്കെയുമുള്ള സകല വിശുദ്ധന്മാരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ KJ ജോസഫിനോടുള്ള ദൈവസഭയുടെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. നാളെ പകലത്തെ മീറ്റിംഗ് 11 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. രാത്രി മീറ്റിംഗ് 7 മണിക്കും പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക.